1583 രചിക്കപ്പെട്ട 4.25 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു പുസ്തകത്തെയാണ് നമ്മളിവിടെ പുനർവായനക്കെടുക്കുന്നത്. അതിന്റെ അർത്ഥം, ഇത്രയും പഴക്കമുള്ള ഒരു കൃതിക്ക് ഈ സമകാലീന ജനസമൂഹത്തോട് എന്തോ പറയാനുണ്ട് എന്ന് നാം തിരിച്ചറിയുകയാണ്. അന്ന് മരിച്ചുപോയ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന് വളരെ കാര്യഗൗരവമുള്ള എന്തോ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് എന്ന് നാം തിരിച്ചറിയുകയാണ്. അങ്ങനെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് നാം ഇതുപോലെ ഒരു പുസ്തകത്തെ പുനർവായനയ്ക്ക് എടുക്കുന്നത്. ഇത് നമുക്ക് ശീലമുള്ള ഒരു കാര്യമല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടുകാരനായ ഒരു പണ്ഡിതനെ നാം പരിഗണിക്കുന്നത് ആദ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഒരുപാട് ആളുകളെ വായിച്ചിട്ടുണ്ട്. റഷീദ് റിളയെ നമ്മൾ ധാരാളമായി വായിച്ചിട്ടുണ്ട്. അതുപോലെ മുഹമ്മദ് അബ്ദയെ നമ്മൾ വ്യാപകമായി വായിച്ചിട്ടുണ്ട്. സയ്യിദ് കുത്തുബിനെ ഇഞ്ചോടിഞ്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് നമ്മുടെ മൗലാന മൗദൂദി സാഹിബിനെ മുഴുവൻ കൃതികളും നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിന്റെ പുറത്തുള്ള ഒരുപാട് പണ്ഡിതന്മാരെ കേരളത്തിലെ മുസ്ലിങ്ങൾ അനുദിനം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കാലത്തൊക്കെ തമസ്കരിക്കപ്പെട്ട് കടന്നിരുന്ന ഒരു മഹാപണ്ഡിത പ്രതിഭയാണ് ഈ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം. അത് നിർണായകമാണ്. അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും നമുക്കിടയിൽ നിന്ന് ഒരു തിരിച്ചുപോക്ക് ഈ ചരിത്ര പണ്ഡിതനിലേക്ക്, ഈ മഹാപുരുഷനിലേക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത് നിർണായകമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുള്ള സന്തോഷം വ്യക്തിപരമായി രേഖപ്പെടുത്തുകയും ചെയ്യും. തുഹ്ഫത്തുൽ മുജാഹിദീനെ സമകാലീനമായി വായിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന്, അതിന് പ്രസക്തി എന്താണ് എന്ന് അംസമാഷ് സൂചിപ്പിക്കുകയുണ്ടായി. ഭാഗ്യവശാൽ ഏകമുഖമായി പോകാമായിരുന്ന ഒരു ചർച്ച വളരെ വ്യാപകമായ ഇന്റർലിങ്ക്ഡായ രീതിയിൽ ഇവിടെ കഴിഞ്ഞുപോയ പ്രസംഗകരെല്ലാവരും വന്നത് ഏകപക്ഷീയമായ ഒരു അഭിപ്രായ പ്രകടനത്തിലൂടെയല്ല. പല തരത്തിലുള്ള കൂടിച്ചേരലുകൾ ഇതിനെ സമ്പന്നമാക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ നേരത്തെ പ്രസംഗിച്ചവരുടെ പല അഭിപ്രായങ്ങളെയും ഒരാമുഖമായി കണ്ടുകൊണ്ട് ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. തുഹ്ഫത്തുൽ മുജാഹിദീനിൽ ജിഹാദിനെ കുറിച്ചാണ് പറയുന്നത്. ജിഹാദ് ചെയ്യേണ്ടതിന്റെ താല്പര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് പോർച്ചുഗീസുകാർ ഇവിടെ ചുവട് ഉറപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ആ പോർച്ചുഗീസുകാർ നമ്മുടെ നാട് തിരിഞ്ഞുപോയി. പിന്നീട് ഇംഗ്ലീഷുകാർ ഇവിടെ വരികയും ഭരണം സ്ഥാപിക്കുകയും അവർ തിരിഞ്ഞു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയ സ്വാതന്ത്ര്യത്തിന് 50 ആണ്ട് പ്രായവുമായി. ഇത്രയും കഴിഞ്ഞതിന് ശേഷം വീണ്ടും നാം എന്തിനാണ് ഒരിക്കലൂടെ ഈ തുഹ്ഫത്തുൽ മുജാഹിദീൻ വായിക്കുന്നത് എന്ന് ചോദിക്കുന്നത് വളരെ പ്രസക്തമാണ്. എനിക്ക് തോന്നുന്ന ഇവിടെ സംസാരിച്ചതിന്റെ അനുബന്ധമായി പറയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം തിരിച്ച് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒന്ന് പുനഃപരിശോധിക്കുക. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്, നമ്മുടെ നാട്ട് ഇംഗ്ലീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇംഗ്ലീഷുകാരോടെതിരായി സമരം ചെയ്യണമെന്ന് നാം തീരുമാനിച്ചത് എപ്പോഴാണ്? നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ്? യഥാർത്ഥത്തിൽ നാം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത് ഇംഗ്ലീഷുകാരുടെ സ്വാതന്ത്ര്യ സങ്കല്പം നമ്മെ സ്വാധീനിച്ചപ്പോഴാണ്. ഇംഗ്ലീഷുകാരുടെ സ്വാതന്ത്ര്യ സങ്കല്പവും ഇംഗ്ലീഷുകാരുടെ സമത്വ സങ്കല്പവും യൂറോപ്യന്മാരുടെ സമത്വ സങ്കല്പവും നമ്മുടെ നാടിനെ സ്വാധീനിച്ചപ്പോഴാണ്, അതിൽ വിജ്ഞാനം നേടിയപ്പോഴാണ്, അത് സ്വാംശീകരിച്ചപ്പോഴാണ് നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. അത് ഈ കാര്യം നമ്മുടെ പ്രഗത്ഭനായ ഉയ്യാരത്ത് ചന്തുമേനോൻ ഇന്ദുലേഖ എഴുതിയപ്പോ, ഇന്ദുലേഖ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ സ്വാതന്ത്ര്യബോധത്തെക്കുറിച്ച്, അവളുടെ ഈ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുന്നിടത്ത് പി കെ ബാലകൃഷ്ണൻ വളരെ വ്യാപകമായി ഉപന്യസിക്കുന്നുണ്ട്, വളരെ വിശാലമായി ഉപന്യസിക്കുന്നുണ്ട്. ഉയ്യാരത്ത് ചന്തുമേനോന്റെ കയ്യിലെ മാജിക് ബാൻഡ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് എന്ന്. ഞാൻ പറഞ്ഞതിനർത്ഥം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയും യൂറോപ്യൻ ആശയങ്ങൾ സ്വാംശീകരിക്കുകയും അവരുടെ സ്വാതന്ത്ര്യ സങ്കല്പം സ്വീകരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു ആവേശമുണ്ടാകുന്നത്. അതിനർത്ഥം, ഇംഗ്ലീഷുകാരെന്താഗ്രഹിക്കുന്നുവോ അത് നടപ്പിലാക്കാൻ അത് നടപ്പിലാക്കുകയാണ് നമ്മുടെ താല്പര്യമെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ നിന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പം ഉണ്ടാകുന്നത് എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ വരുന്ന ഒരു സമയത്ത് ഇംഗ്ലീഷുകാരെ പോലെ ബുദ്ധിയുള്ള ആളുകൾക്ക് ഇന്ത്യ രാജ്യം പോലെ വളരെ വിശാലമായ ഒരു രാജ്യത്തെ വളരെ വലിയ സൈന്യത്തെ പോറ്റിക്കൊണ്ട് അടിച്ചമർത്തി ഭരിക്കേണ്ട ഒരു കാര്യമില്ല. ഇംഗ്ലീഷുകാർ ഇവിടെ നിന്ന് പോവാൻ തീരുമാനിക്കുമ്പോൾ, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അവർക്ക് ഉറപ്പുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. ഇംഗ്ലീഷുകാർ എന്താണോ നമ്മുടെ നാട്ടിൽ തുടങ്ങിവെച്ചത്
ആ തുടങ്ങി വെച്ച കാര്യം മുഴുവൻ നമ്മുടെ നാട്ടിലെ വിദ്യാസമ്പന്നമായ തലമുറ അധികാരത്തിൽ വരികയും അവർ ഇംഗ്ലീഷുകാരുദ്ദേശിക്കുന്ന പ്രവൃത്തി പൂർത്തിയാക്കുകയും ചെയ്യും എന്നവർക്കറിയാം. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു വലിയ രാജ്യത്തെ സൈന്യത്തെ ഉപയോഗിച്ച് ഭരിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. അതുകൊണ്ടാണ് അവർ സൗകര്യപൂർവ്വം ഇറങ്ങിപ്പോയത്. ഇപ്പൊ അതുകൊണ്ട് എന്തുണ്ടായി? യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടില് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നും തന്നെ എന്ന് പറയാവുന്ന രീതിയിൽ ഇന്ത്യൻ സാഹചര്യത്തെ മനസ്സിലാക്കിയിട്ടില്ല. ഗംഗാധരൻ മാഷ് സൂചിപ്പിച്ചതുപോലെ കാര്യമായ ഒരേ ഒരു അപവാദം മഹാത്മാഗാന്ധി മാത്രമാണ്. ഇന്ത്യൻ മണ്ണിൽ നിന്ന്, നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് എങ്ങനെ ഒരു രാഷ്ട്രീയത്തെ നിരീക്ഷിക്കാമെന്ന് ശ്രദ്ധിച്ചിട്ടുള്ള വളരെ പ്രഗത്ഭനായ ഒരേ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ ഗാന്ധിജിയാണ്. നേരെ മറിച്ച് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ കളിയാക്കാറുണ്ടല്ലോ, റഷ്യയിൽ മഴ പെയ്താൽ നമ്മൾ ഇവിടെ കുടപിടിക്കുമെന്ന്. ഇതാണ് സത്യം. എല്ലാ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളും സങ്കല്പങ്ങളും വരുന്നത് അവിടെ നിന്നാണ്. അതിന്റെ ഫലമെന്തായിരുന്നു? നമ്മുടെ നാട്ടിൽ കൃഷി നടപ്പിലാക്കി. എവിടെ നിന്നുള്ള കൃഷിയാണ് ഈ സ്വതന്ത്ര ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയത്? യൂറോപ്യൻ ശീലിച്ച കൃഷിയാണ്. നമ്മുടെ നാട്ടിലുള്ള സകലമായ പാടങ്ങളും കൃഷിപ്പാടങ്ങളും യുദ്ധക്കളങ്ങളായി മാറുകയായിരുന്നു. പരസ്യമായ യുദ്ധമല്ല. ഈ ആഫീസുകളിലിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദമെടുത്ത വലിയ വലിയ കൃഷി ശാസ്ത്രജ്ഞന്മാർ അവരുടെ മാരകമായ ആയുധങ്ങളും അവരുടെ മാരകമായ ടെക്നോളജിയും അവരുടെ മാരകമായ അറിവുകളുമൊക്കെ ഈ ദീർഘകാലത്തെ പരമ്പരകളുടെ പ്രാതിനിധ്യമുള്ള കൃഷിയുടെ വിജ്ഞാനത്തിന്റെ പാരമ്പര്യമുള്ള കർഷകരെ ക്രൂരമായി ഇത്തരത്തിലുള്ള വളങ്ങളും വെട്ടും കൃഷിരീതിയും അടിച്ചേൽപ്പിച്ച് ആണ് ഇവിടെ ആ കൃഷി നടപ്പിലാക്കിയത്. അതിന്റെ ഫലമെന്താ? അതിന്റെ ഫലം പരമ്പരാഗതമായ വിത്തുപോയി, അതിന്റെ പ്രതിരോധ ശേഷി പോയി, അതിന്റെ നമുക്കറിയാത്ത ഒരുപാട് പ്രകൃതിക്കോ മനുഷ്യനോ ഉപദ്രവമില്ലാത്ത ഒരുപാട് ജൈവ സംരക്ഷണ സംവിധാനങ്ങൾ പോയി. ഇതെല്ലാം പോയി ഇന്ന് നാം വീട്ടി വഴുതനങ്ങൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന കാലത്തെത്തി നിൽക്കുന്നു. ഇത് കൃഷിയിൽ മാത്രമല്ല, ഇത് നമ്മുടെ വ്യവസായത്തിലുണ്ടായി. പലരും പറയാറുണ്ടല്ലോ, ഈ നെയ്ത്തുകാരന്റെ ഒക്കെ പെരുവിരൽ കൊത്തിക്കളഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുള്ള പരമ്പരാഗതമായ എല്ലാ വ്യാവസായിക സംരംഭങ്ങളെയും തകർത്ത് കളഞ്ഞതിനെക്കുറിച്ച്. ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചു വന്ന അധ്യാപകന്മാർക്ക്, പണ്ഡിതന്മാർക്ക് അവർക്ക് സ്വീകാര്യമായിരുന്ന വ്യാവസായിക സംവിധാനം യൂറോപ്യൻ ശീലിച്ചതാണ്. നമ്മുടെ മണ്ണിന്റെ പൾസറിയാത്ത വ്യാവസായിക വൽക്കരണം ഇവിടെ നടത്തിയതിന്റെ അനന്തരഫലമാണ് സോളിഡാരിറ്റിക്കാരന്റെ ഈ പ്ലാച്ചിമട. ആ വ്യവസായത്തിന് മുമ്പിൽ നാം തകർന്നു നിൽക്കുകയാണ്. അതിനു മുമ്പിൽ നാം വേദനാധിപ്പെട്ട് നിൽക്കുകയാണ്. ഞാൻ ഈ കാര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. ഇന്ത്യ രാജ്യത്ത് നടന്ന സകലമാന പ്രവർത്തനങ്ങളിലൂടെയും ആവിഷ്കരിക്കപ്പെട്ടത്, നടപ്പിലാക്കിയത് ഇന്ത്യക്കാരാണെങ്കിലും അത് നടപ്പിലാക്കാൻ ആഗ്രഹിച്ചത് യൂറോപ്യരാണ്. അതിന്റെ ഫലം എന്താണെന്നറിയോ? യൂറോപ്യന്മാർ ഒപ്പിടാൻ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന, നിങ്ങൾ നിങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യം തിരിച്ചു തരൂ എന്ന് പറയുമ്പോൾ ഘാട്ട് കരാറിനടിയിൽ ഒപ്പിട്ട് കൊടുക്കാൻ സന്നദ്ധമാകുന്ന ഒരു മനസ്സ് ഇന്ത്യ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടത് ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലൂടെയാണ്. ഇവിടെയാണ് ഇതൊക്കെ സാധിച്ചത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. നമ്മളിവിടെ വ്യാപകമായ ചർച്ച നടന്നു. സംസ്കൃതത്തിൽ വേണോ നമ്മുടെ വിദ്യാഭ്യാസം? അല്ല പേർഷ്യനിൽ വേണോ നമ്മുടെ വിദ്യാഭ്യാസം? അതല്ല ഇംഗ്ലീഷിൽ വേണോ? സകല സ്ഥലങ്ങളിലും ചർച്ച നടത്തി ഈ സംസ്കൃതത്തിന്റെയും പേർഷ്യന്റെയും മാധ്യമങ്ങളിലൂടെ, അല്ലെങ്കിൽ പൂർവ്വകാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസത്തെ നിഷ്ക്രിയമാക്കുകയും നശിപ്പിച്ചു കളയുകയും ചെയ്തിട്ടാണ് യൂറോപ്യൻ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത്. അതിലൂടെ വിദ്യാസമ്പന്നമായ തലമുറ മെക്കാളെ സാഹിബ് സ്വപ്നം കണ്ടതുപോലെ നിറത്തിലും കോലത്തിലും മാത്രം ഇന്ത്യക്കാരനാണ്. അങ്ങനെ ആയിപ്പോയതിൽ പോലും അപമാനം അനുഭവിക്കുന്നവരാണ്. ഉള്ളു നിറയെ സായിപ്പാണ്. ഇവർക്ക് പറ്റിയ പ്രശ്നമല്ല. ഈ രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം നടപ്പിലാക്കപ്പെട്ടതിന്റെ ഫലമായി സംഭവിച്ച ഗുരുതരമായ പ്രത്യാഘാതം നമുക്ക് നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. യൂറോപ്പിൽ നിന്ന് വന്ന ഈ തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ വക്താക്കൾ 4 തരത്തിലുള്ള ദുരന്തങ്ങളെങ്കിലും സാക്ഷികളാണ്. അതിലൊന്ന് യൂറോപ്യൻ മേധാവിത്വം അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. എന്തു പറയുമ്പോഴും പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുകയും അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്തു പറയുന്നു എന്ന് നോക്കുകയും ചെയ്യുന്നത് ഇപ്പോഴും നമ്മുടെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഏത് ഉൾനാടൻ പ്രശ്നത്തെ സമീപിക്കേണ്ടി വരുമ്പോഴും നമ്മുടെ പണ്ഡിതന്മാർ യൂറോപ്യൻ സാഹിത്യമാർ എഴുതി വെച്ചത് ഗ്രന്ഥങ്ങളിൽ നിന്ന് പകർക്കുകയും അതിനിവിടെ നമ്മുടെ സാഹിത്യത്തിലൊക്കെ സ്ഥിതി എന്താ? നമ്മുടെ ഗംഗാധരൻ മാഷ് സൂചിപ്പിക്കേണ്ടായി ചരിത്രം എഴുതുന്ന വേറൊരു രീതി നമുക്കുണ്ടായിരുന്നു. പക്ഷെ ആ ഇന്ത്യക്കാരന്റെ ചരിത്രം എഴുതുന്ന രീതി നാം അന്വേഷിച്ചിട്ടില്ല. ഇന്ത്യക്കാരൻ കഥ പറയുന്നതിന്റെ രീതി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല.
ഇന്ത്യക്കാരൻ കൃഷി ചെയ്യുന്നതിന്റെ രീതി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ സാഹിത്യത്തിലും സംസ്കാരത്തിലും ഒക്കെയുള്ള മുഴുവൻ കാര്യങ്ങളും യൂറോപ്പിൽ നിന്ന് അതേപടി പകർപ്പെടുകയാണ് ചെയ്തത്. അതിന് നിരക്കാത്തതൊന്നും പറ്റില്ല. ഈ രീതിയിൽ ഇപ്പൊ കേരളത്തില് എവിടത്തോളം പോയെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ആധുനികത ഒരു പ്രശ്നമായി അനുഭവപ്പെടാത്ത കാലത്ത് നമ്മുടെ സാഹിത്യകാരന്മാർ ഈ അത്തരം സിദ്ധാന്തങ്ങളെ ആവിഷ്കരിക്കുന്ന നോവലുകളും കഥകളും എഴുതി. ഇവിടെ അത്തരം അനുഭവങ്ങൾ യൂറോപ്പിലേയുള്ളായിരുന്നുള്ളൂ. നഗരവൽക്കരണത്തിന്റെ പ്രതിസന്ധികൾ അനുഭവിക്കാത്ത കാലത്ത് ഇവിടെ ആൾക്കൂട്ടം പോലെ, അഭയാർത്ഥികൾ പോലെയുള്ള നോവലുകൾ ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ മാപിനികൾ, നമ്മുടെ സ്വീകരണികൾ യൂറോപ്പിലേക്ക് തിരിച്ചു വെക്കുകയും അവിടെ നിന്ന് വരുന്ന തരംഗങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് ഇവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം നമുക്ക് മുമ്പിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്. ഇതിനെയൊക്കെ ഈ വിദേശികളോടുള്ള വിധേയത്വമാണ് എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സ്വതന്ത്രാനന്തര തലമുറ, വിദ്യാസമ്പന്നമായ തലമുറ നമുക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത്. രണ്ടാമതൊരു സംഗതി, യൂറോപ്യൻ മേധാവിത്വം അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്വയം ഒരു അടിമത്വ മനോഭാവം ഉണ്ടായിരുന്നു. ഈ അടിമത്ത മനോഭാവം ഉള്ളതുകൊണ്ടാണ് എല്ലാത്തിനും പരിഹാരം തേടി യൂറോപ്പിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പരിഹാരങ്ങൾ ഒരു നിലക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. ഇതിൽ ഏറ്റവും അപകടകരമായി വരുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിലുള്ള മൗലിക പ്രതിഭയുള്ള ആളുകളെ നാം തിരസ്കരിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. നല്ല ഒന്നാന്തരം കൃഷിക്കാരൻ, അവൻ പാടത്ത് കൃഷിയെടുക്കുന്നു, പക്ഷെ അവന് നാം പരിഗണിക്കാറില്ല. പകരം നമ്മൾ എം എസ് സ്വാമിനാഥനെ പോലെ ഒരു നെല്ല് പോലും, ഒരു മണി വിത്ത് പോലും മണ്ണിലിട്ട് വളപ്പിച്ചെടുക്കാത്ത കൃഷി പണ്ഡിതന്മാരെയാണ് നമ്മൾ ആദരിക്കുന്നത്. ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം എത്ര ഉദാത്തമായാണ് ഇത്തരത്തിലുള്ള ഒരു മതേതരത്വത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞത്. ഗംഗാധരൻ മാഷ് ഇവിടെ പകുതിയെ പറഞ്ഞു വെച്ചുള്ളൂ. ഫതുഹുൽ മുബീൻ എന്ന് പറയുന്ന കാളി മുഹമ്മദിന്റെ ഗ്രന്ഥത്തിൽ ഒരു രണ്ടു വരി ഇങ്ങനെ പറയുന്നുണ്ട്. ഈ പറയുന്ന സാമൂതിരി രാജാവിന് വേണ്ടി, പ്രതിസന്ധി ഘട്ടത്തിൽ മുസ്ലിങ്ങളെ സഹായിക്കാൻ സന്നദ്ധനായ സാമൂതിരി രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കൽ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് നിർബന്ധമാണ് എന്നൊരു കാവ്യാര് ഈ വിശ്വാസികളായ മുസ്ലിങ്ങളോട് പറയുകയാണ്. ഒരു മതപരമായ ഒരു ബാധ്യത എന്ന രീതിയിൽ മുസ്ലിങ്ങളെ നിങ്ങൾ ഈ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇത്രത്തോളമുള്ള വ്യത്യസ്തമായ വളരെ മൗലികമായ ഈ ശൈഖ് സൈനുദ്ദീൻ പഠിച്ചത് എവിടെയാ? നീണ്ട 10 കൊല്ലക്കാലം 20 മിനിറ്റ് അത്രയേ ഉള്ളൂ. ഈ ശൈഖ് സൈനുദ്ദീൻ 10 കൊല്ലം പഠിച്ചത് മക്കത്താണ്. അവിടെ നിന്ന് ശൈഖ് സൈനുദ്ദീൻ ഹിന്ദുക്കളെ കണ്ടിരിക്കാൻ ഒരു സാധ്യതയില്ല. അവിടെ നിന്ന് പഠിച്ചിരിക്കാവുന്ന പൊളിറ്റിക്സ് വേറെയാണ്. ശൈഖ് സൈനുദ്ദീൻ അവഗാഹമുണ്ടായിരുന്ന വേറൊരു മേഖല ഹദീസാണ്. ഹദീസിൽ ശൈഖ് സൈനുദ്ദീൻ ഹിന്ദുക്കളെ കണ്ടിരിക്കാൻ ഇടയില്ല. പക്ഷേ അവിടെ നിന്നൊക്കെ പഠിച്ചെടുത്ത വിജ്ഞാനം കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ പ്രയോഗിക്കുന്ന അത്ഭുതകരമായ ഒരു പ്രക്രിയ ശൈഖ് സൈനുദ്ദീൻ കാണിക്കുന്നുണ്ട്. പഠിച്ചതുപോലെ വിഴുങ്ങാതെ കൊണ്ട് നടക്കുകയല്ല, അത് ദഹിപ്പിക്കുകയും നമ്മുടെ നാടിന് എന്തു പറ്റുമെന്ന് പുനരാലോചിക്കുകയും അത് അതേ അർത്ഥത്തിൽ ഇവിടെ നടപ്പിലാക്കുകയുമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഈ ശൈഖ് സൈനുദ്ദീനെ പോലെ നമ്മുടെ മണ്ണിൽ നിന്ന് കിളിർത്തു വന്ന പ്രതിഭകൾ, ഇവിടുത്തെ ആശയങ്ങൾ, ഇവിടുത്തെ കൃഷിരീതികൾ, ഇവിടുത്തെ വിജ്ഞാന രീതികൾ, ഇവിടുത്തെ സാഹിത്യരൂപങ്ങൾ, ഇതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ജിഹാദാണ് ശൈഖ് സൈനുദ്ദീൻ 4.25 നൂറ്റാണ്ട് മുമ്പ് നമുക്ക് തന്നിട്ട് പോയ ജിഹാദ്. ഞാനിവിടെ ആനുഷംഗികമായ ഒരു കാര്യം ഓർക്കുകയാണ്. ഹംസമാഷ് ജിഹാദ് എന്ന് പറയുന്ന പദത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് യുദ്ധത്തെക്കുറിച്ചാണ് പറയുകയായിരുന്നതെങ്കിൽ അതിന് ഹർബ് എന്ന വാക്കാണ് ഉപയോഗിക്കുക അറബിയിൽ. പക്ഷേ ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ജിഹാദ് എന്നാണ്. ഈ ജിഹാദ് ഏത് ത്യാഗത്തിനും പറയാം സതുദ്ദേശപൂർവമാണെങ്കിൽ. ഈ ജിഹാദ് ബുദ്ധിപരമായി നടത്താം, ഈ ജിഹാദ് വൈജ്ഞാനികമായി നടത്താം. അങ്ങനെ പല കോലത്തിൽ നടത്താവുന്ന പരിശ്രമങ്ങളുടെ പേരാണ് ജിഹാദ് എങ്കിൽ ശൈഖ് സൈനുദ്ദീനെ പോലെയുള്ള ഒരു പ്രതിഭ ഹർബ് എന്ന വാക്ക്, യുദ്ധം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഉപയോഗിച്ചത് ജിഹാദ് എന്നതായതുകൊണ്ട് ഒരുപക്ഷെ 4 നൂറ്റാണ്ട് കഴിയുമ്പോൾ ഈ യൂറോപ്യന്മാർ ഇവിടെ വരുന്നത്, ഞാനിത് എഴുതുന്ന കാലത്ത് യൂറോപ്യന്മാരെ എതിർക്കേണ്ടത് ആയുധം കൊണ്ടാണ്. പക്ഷെ അവരിവിടുന്ന് തിരിച്ചു പോയിട്ട് അവരുടേതായ സാംസ്കാരിക വിത്തുകൾ വിതയ്ക്കപ്പെട്ട മണ്ണിൽ ഈ യൂറോപ്യന്മാരുടെ സംസ്കാരം വളഞ്ഞു വരികയും അവിടെ തദ്ദേശീയരായ ജനതയുടെ വളർച്ച മുരടിച്ചു പോവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവരോട് ഏറ്റുമുട്ടേണ്ടത് ആയുധം കൊണ്ടായിരിക്കുകയില്ല, സംസ്കാരം കൊണ്ടായിരിക്കാം, വിജ്ഞാനം കൊണ്ടായിരിക്കാം, ബുദ്ധി കൊണ്ടായിരിക്കാം, വികാരം കൊണ്ടായിരിക്കാം, ചിന്ത കൊണ്ടായിരിക്കാം, ഭാഷയിലൂടെ ആയിരിക്കാം എന്നൊക്കെ അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് പ്രതിഭകളിൽ പ്രവർത്തിക്കുന്നത് പോലെ ജിഹാദ് എന്ന വാക്ക് വളരെ പ്രസക്തമായി തീരുകയാണ്. ഇതാണ് എനിക്കിവിടെ സമർപ്പിക്കാനുള്ള ഏറ്റവും സമകാലീനമായ വായനയ്ക്കുള്ള സാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചരിത്രം
പാടിയുറക്കാനുള്ളതായിട്ടാണ് പൊതുവിൽ പണ്ട് മുതലേ മലയാളത്തിൽ, പ്രത്യേകിച്ച് വാമൊഴി ചരിത്രങ്ങൾ, വാമൊഴി ചരിത്രങ്ങൾ അങ്ങനെയാണ്. ഇപ്പം വടക്കമ്പാട്ടൊക്കെ ആളുകളെ, കുട്ടികളൊക്കെ പാടിയുറക്കാൻ വേണ്ടിയായിട്ടുള്ളത്. എന്നാൽ ചരിത്രം പാടിയുറക്കാൻ വേണ്ടിയല്ല, ഉണർത്താൻ വേണ്ടിയാണ് എന്നൊരു പക്ഷേ മലയാളത്തിൽ ആദ്യമായി പറഞ്ഞ ചരിത്രകാരനാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് ഈ കാലത്ത് ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം സോൾഡാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സമൂഹത്തെ ഉണർത്താൻ എങ്ങനെ മഖ്ദൂമിന്റെ തുഫത്തുൽ മുജാഹിദീനെ ഉപയോഗിക്കാം എന്നൊരു ചിന്തയിൽ നിന്നായിരിക്കണം ഇത്തരമൊരു ചർച്ച സംഘടിപ്പിച്ചത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം ഈ പുസ്തകം എഴുതാനുണ്ടായ പശ്ചാത്തലം തുഫത്തുൽ മുജാഹിദിൽ തന്നെ പറയുന്നുണ്ട്. സമൂഹം, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം, വളരെ അധമമായ ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം അത് എഴുതുന്നത്. പലപ്പോഴും എല്ലാ ഇത്തരത്തിലുള്ള കൃതികളും ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ്. നമുക്കറിയാം, ഇതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഗ്രന്ഥമാണല്ലോ ഇഹിയാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഷെയ്ഖ് ഇമാം ഗസാലിയുടെ കൃതി. ആ കൃതിയുടെ ആമുഖത്തിൽ അദ്ദേഹം ഏകദേശം ഇതേ ഭാഗം തന്നെ പറയുന്നുണ്ട്. ആ സമൂഹം യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെയും ആധ്യാത്മികതയുടെയൊക്കെ തലത്തിൽ വളരെ പുറകോട്ട് പോയൊരു സാഹചര്യത്തിലാണ് ആ കൃതി അദ്ദേഹം എഴുതുന്നത്. ഏതാണ്ട് അതേ സാഹചര്യം പോലെ തന്നെയാണ് ഈ പുസ്തകവും ഷെയ്ഖ് മഖ്ദൂം എഴുതിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അതിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഇസ്ലാമിന്റെ പൈതൃകത്തെ തന്നെ, വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പ്രവാചകന്റെ തിരുവചനങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്ന, വിശ്വാസി സമൂഹം എന്ന് പറയുന്നത് ആർജവത്തോടുകൂടി കാലത്തെയും ചരിത്രത്തെയും നേരിടേണ്ടവരാണ്. അവരൊരിക്കലും കീഴടങ്ങേണ്ടവരല്ല. വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഖലീഫമാരാണ്, അല്ലെങ്കിൽ ഖലീഫയായി ഭൂമിയിലെ സ്ഥാനപതികളായി നിശ്ചയിക്കപ്പെട്ട ആളുകളാണ്. കീഴൊതുങ്ങി കൊടുക്കേണ്ടവരല്ല, നേരിടേണ്ടവരും ജയിച്ചടക്കേണ്ടവരും, അതായത് സമൂഹത്തിന് നേതൃത്വം കൊടുക്കേണ്ടവരും നായകന്മാരുമായി തീരേണ്ടവരാണ് എന്ന ഒരു ഉൾവിളിയുടെയും ഉൾക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ കൃതി എന്ന് കാണാൻ വേണ്ടി കഴിയും. പലരും വിശദമായി പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. എനിക്ക് തോന്നുന്നു ചരിത്ര രചനയുടെ ഒരു ശാസ്ത്രവും അതിന്റെ ഒരു ഫിലോസഫിയും ഒന്നും ഇല്ലാത്തൊരു കാലത്താണ് ഈ പുസ്തകം അദ്ദേഹം എഴുതുന്നത്. ഇപ്പൊ എന്തിനു വേണ്ടി ചരിത്രം എഴുതണം? ഒരുപാട് അതിനുശേഷം മലയാളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള പല ചരിത്രകൃതികളും വിവരണാത്മക ചരിത്രമാണ്. വിവരണാത്മകമായ ചരിത്രം, ഇത്ര നൂറ്റാണ്ടിൽ ഇത്രാം വർഷം ഇന്ന ആളുണ്ടായി, അയാളുടെ കഥ പറയുന്ന ചരിത്രം. പക്ഷേ ചരിത്രം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ദൗത്യം എന്താണ് എന്നൊരു ഫിലോസഫി ഒരു പക്ഷേ മലയാളത്തിൽ എഴുതപ്പെട്ട ചരിത്രത്തിൽ ആദ്യമായ ഉണ്ടായ, അല്ലെങ്കിൽ ആദ്യ കൃതികളിലൊന്നായ ഈ കൃതിയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ചരിത്രം പറയുന്നത്? അതുകൊണ്ടാണ് ചരിത്രത്തിൽ തന്നെ ജിഹാദ് എന്നൊരു അധ്യായം അദ്ദേഹം എഴുതി ചേർത്തിട്ടുള്ളത്. ചരിത്രം പാടി ഉറക്കാൻ വേണ്ടിയുള്ള കാര്യം മാത്രമല്ല എന്നതുകൊണ്ടും അത് ഉണർത്താനുള്ളതാണ് എന്നതുകൊണ്ടുമാണ് ജിഹാദ് എന്നൊരു അധ്യായത്തിന് ആ പുസ്തകത്തിൽ പ്രസക്തി ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റൊരു കാര്യം, അദ്ദേഹം യൂറോപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിജ്ഞാന സമ്പാദനം നടത്തിയ ആളല്ല. അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ ഹദീസ് റിപ്പോർട്ടിങ്ങിനുള്ള അതിന്റെ ആധികാരികമായ ഇത് നേടിയ ആളാണ്. മക്കയിൽ നിന്ന് നേടിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കൃതി തന്നെ പറയുന്നുണ്ട് ആ കാര്യം. അങ്ങനെയുള്ള അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഹദീസ് റിവായത്ത്, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിന്, അത് നിവേദനം ചെയ്യുന്നതിനുള്ള ശാസ്ത്രം വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അപ്പൊ ആ ഒരു പാരമ്പര്യം നമുക്കറിയാം. ഹദീസ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയും വസ്തുനിഷ്ഠമായ നിവേദനത്തിന്റെ ഒരു പാരമ്പര്യം ഹദീസിനാണുള്ളത്. ആ ഹദീസിന്റെ പാരമ്പര്യം, അതുപോലെ തന്നെ ആദ്യകാല ഖലീഫകളുടെ കാലത്തൊക്കെ എഴുതപ്പെട്ട ചരിത്രമെഴുത്തിന്റെ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത്. അപ്പോൾ ചരിത്രത്തിന്റെ എഴുത്തിന്റെ ഒരു ഫിലോസഫിയും ആ ചരിത്രമെഴുത്തിന്റെ, ചരിത്രാഖ്യാനത്തിന്റെ ഒരു ശാസ്ത്രവും മലയാളത്തിന് പരിചയപ്പെടുത്തി എന്നതാണ് ഈ പുസ്തകത്തിന്റെ സമകാലീന പ്രസക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, ഈ പുസ്തകത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഞാൻ ഉയർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇതൊരു ഒറ്റപ്പെട്ട കൃതിയായിട്ടല്ല ഞാൻ പരിഗണിക്കുന്നത്. ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമായി ഞാൻ ഇതിനെ കാണുന്നു. ഇദ്ദേഹത്തിന്റെ പിതാമഹൻ ഷെയ്ഖ് സൈനുദ്ദീൻ ഒന്നാമൻ തുടങ്ങിവെച്ച പോർച്ചുഗീസുകാർക്കെതിരെയുള്ള അധിനിവേശ വിരുദ്ധ സാഹിത്യത്തിന്റെ ഒരു മഹാകാവ്യമാണ് തഹ്രീർ. ആ തഹ്രീറിലും തുടർന്ന് നേരത്തെ ഗംഗാരമാഷ് സൂചിപ്പിച്ച ഫതുൽ മുബീനിലും അതുപോലെ തന്നെ ഈ തൂഫത്തുൽ മുജാഹിദീനിലുമൊക്കെയുള്ള കേന്ദ്ര പ്രമേയങ്ങൾ ഒന്ന് തന്നെയാണ്.
ഈ പ്രമേയങ്ങളെ ആധാരമാക്കി രചിക്കപ്പെട്ടിട്ടുള്ള ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടാൻ ഏകദേശം 4 നൂറ്റാണ്ടെടുത്തു എന്നത് കാക്കത്തൊള്ളായിരം മതപണ്ഡിതന്മാരുള്ള ഈ സമുദായം സ്വയം വിമർശനം നടത്തേണ്ട കാര്യമാണ്. 1962 ഇതിന്റെ ആദ്യത്തെ മലയാള വിവർത്തനം വേലായുധൻ പണിക്കശ്ശേരി കേരളം 15ഉം 16ഉം നൂറ്റാണ്ടുകളിൽ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നത്. ആ വിവർത്തനത്തിന് അതാണ് വാസ്തവത്തിൽ 20ാം നൂറ്റാണ്ടിൽ നടത്തിയ തൂഫത്തുൽ മുജാഹിദിന്റെ വായന എന്ന് കാണാൻ സാധിക്കും. ആ വിവർത്തനത്തിൽ അദ്ദേഹം തൂഫത്തുൽ മുജാഹിദിനെ കുറിച്ച് സൂചിപ്പിച്ച കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി മുന്നോട്ട് വെക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, പറങ്കികൾക്കെതിരെയുള്ള യുദ്ധം ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായിരുന്നു. ആ കൃതി എഴുതിയ ഷെയ്ഖ് സൈനുദ്ദീനെ കുറിച്ച് പണിക്കശ്ശേരി പറയുകയാണ്, ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടും നിഷ്പക്ഷ വീക്ഷണത്തോടെ ചരിത്രം രചിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് അതിന്റെ പ്രത്യേകത. ഈ പുസ്തകത്തിന് ആമുഖം എഴുതിയിട്ടുള്ള പ്രമുഖ ചരിത്ര പണ്ഡിതനായ ഇളംകുളം കുഞ്ഞമ്പിള്ളയാണ് വാസ്തവത്തിൽ മലയാളികളുടെ പൊതു സ്ഥലത്തെ ഈ പുസ്തകത്തെ പ്രതിഷ്ഠിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതിന് മലയാളി വായനക്കാർക്കിടയിൽ ഒരു പൊതു ഇടം ഉണ്ടാക്കിയത് ഇളംകുളം കുഞ്ഞമ്പിള്ളയാണെന്ന് ഞാൻ പറയും. കാരണം അദ്ദേഹം എഴുതി, നമ്മുടെ മാതൃഭൂമിക്കെതിരെ പൈശാചികമായ ഒരാക്രമണം അഴിച്ചുവിട്ട ശത്രുവിന്റെ നേർക്ക് ആയുധമെടുക്കാൻ സ്ത്രീ പുരുഷ ഭേദമന്യേ സകലരെയും പ്രേരിപ്പിക്കുകയാണ് ഈ ഗ്രന്ഥത്തിന്റെ ലക്ഷ്യം. ഇങ്ങനെ 63 വാസ്തവത്തിൽ ഈ പുസ്തകം നമ്മുടെ പൊതുസ്ഥയിലേക്ക് കടന്നു വരുന്നത് എന്നും അക്കാദമിക പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട MGS സാറും കേരള ചരിത്രത്തിന്റെ അകവും പുറവും അറിയുന്ന MGS സാറും ഗംഗാധരൻ സാറും ഇവിടെയുണ്ട്. അക്കാദമിക രംഗത്ത് എത്രയോ കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ കൃതി 800-ലധികം ഗവേഷണ പഠനങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയുള്ളൊരു കൃതിക്ക് ലക്ഷണമൊത്തൊരു മലയാള പരിഭാഷ വരാൻ 1995 വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നത് മുസ്ലിം സമുദായത്തിന്റെ ചരിത്ര പഠനത്തോടും ചരിത്ര ഗ്രന്ഥവും സംരക്ഷിക്കുന്നതിനുമുള്ള കൃത്യവിലോപത്തെയാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് അർത്ഥശങ്കകളില്ലാതെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും മാറിയ സാഹചര്യങ്ങളിൽ ഈ പഴയ കൃതികളെ പുതിയ പഠനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നതിന് പിന്നുള്ള ഹിഡൻ അജണ്ടകളെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇനി 21ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് ഈ പുസ്തകത്തെ നമ്മുടെ സമൂഹം മനസ്സിലാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഇന്റർനെറ്റിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ മതി. ഇന്റർനെറ്റിൽ തൂഫത്തുൽ മുജാഹിദിനെ കുറിച്ചുള്ള ക്ലിപ്പിംഗ്സുകളുണ്ട്. അതിൽ പറയുകയാണ്, ലോകത്തങ്ങോളം ഇങ്ങോളമുള്ള ഇസ്ലാമിക് ടെററിസ്റ്റുകൾക്ക് ആശയപരമായ പ്രചോദനം നൽകുന്ന ഒരു കൃതിയാണ് തൂഫത്തുൽ മുജാഹിദീൻ. ഇങ്ങനെയുള്ളൊരു അഭിപ്രായത്തിൽ നമ്മുടെ പൊതുസമൂഹം എത്തിപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ലോകത്ത് മനുഷ്യന്റെ സ്വൈരം കെടുത്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ വിശ്വാസങ്ങളെ സ്വൈരം കെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ മതം നിഷേധിച്ചിരിക്കുന്ന എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും ഇസ്ലാമിന്റെ പേരിൽ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പുകൾ അവരുടെയൊക്കെ തന്നെ പേരിന്റെ പിന്നിൽ ഒരു മുജാഹിദീനുണ്ട്. ആ മുജാഹിദീനും ഈ മുജാഹിദീനും ഒന്നാണ് എന്നുള്ള ഒരു വായനയാണ് വാസ്തവത്തിൽ തൂഫത്തുൽ മുജാഹിദിനാണ് ലോകത്തങ്ങോളം ഇങ്ങോളം നടക്കുന്ന ടെററിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് എന്നുള്ള ക്ലിപ്പിംഗ്സുകൾ നമ്മുടെ ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെടാൻ. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ ഇതിനെതിരായിട്ട് പ്രതികരിക്കാനുണ്ടായില്ല എന്നത് സമുദായത്തിൽ 1900 സംഘടനകളും വ്യക്തികളും നേതാക്കളും ഉണ്ടായിട്ടും ഇങ്ങനെ ചരിത്ര ഇന്നത്തെ കുട്ടികൾ യുവാക്കൾ വായിക്കുന്നവരല്ല. അവർ ഓൺലൈനായും നെറ്റിലൂടെയുമാണ് അവർ വിവരങ്ങൾ ശേഖരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന തൂഫത്തുൽ മുജാഹിദിനും മറ്റു കൃതികളും എടുത്ത് വായിച്ചിട്ടല്ല ഇന്ന് സമൂഹത്തെ പരിചയപ്പെടുത്തുന്നത്. അവരും ഈ ഇക്വേഷൻ ബാധിക്കും. തൂഫത്തുൽ മുജാഹിദീനും ഇന്ത്യൻ മുജാഹിദീനോ അല്ലെങ്കിൽ ഹിസ്ബുൽ മുജാഹിദീനോ ഇതൊക്കെ ഒന്നാനം ബാധിക്കും. ഇത് നമ്മുടെ പ്രമുഖ നിയമജ്ഞനായ രാംജത്ത് മലാനിക്ക് പോലും തെറ്റുപറ്റുകയുണ്ടായി. ലോക നിയമജ്ഞന്മാരുടെ ടെററിസത്തെ കുറിച്ചുള്ള പ്രസംഗത്തിൽ അദ്ദേഹം വഹാബിസമാണ് ടെററിസത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് സൂചിപ്പിച്ചു. അതിനെ വിമർശിച്ചുകൊണ്ട് ഈ ആഴ്ച ഇറങ്ങിയ മാതൃഭൂമി വീക്കിലിയിലെ ബഹുമാന്യനായ കാരശ്ശേരി മാഷക്ക് ആ വഹാബിസമല്ല ഈ വഹാബിസം
എന്ന് ഒരു ലേഖനം തന്നെ എഴുതേണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വാർത്താ മാധ്യമങ്ങളുടെയും മറ്റും ബോധപൂർവ്വം നടക്കുന്ന ഇത്തരം തെറ്റിദ്ധരിപ്പിക്കലുകൾക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണമാണ് മുസ്ലിം സമൂഹം നടത്തേണ്ടതെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. പിന്നീട് എന്റെ നോട്ടത്തിൽ തൂഫത്തുൽ മുജാഹിദീൻ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ഹിന്ദു മഹാസമുദ്രത്തിന്റെ സ്വാതന്ത്ര്യമെന്ന ഇന്ന് ഏറ്റവും പ്രസക്തമായ ഒരു മുദ്രാവാക്യമാണ്, ഒരു സന്ദേശമാണ് തൂഫത്തുൽ മുജാഹിദീൻ മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണിക്കാനും സാധിക്കും. അധിനിവേശ വിരുദ്ധ ശക്തികൾക്ക് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരുടെയും സാഹിത്യവുമാണ് വാഴ്ത്തത്തിൽ തൂഫത്തുൽ മുജാഹിദീൻ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് കാണാൻ സാധിക്കും. സമകാലിക ഇന്ത്യ അവരുടെ അനുഭവത്തിൽ ഹിന്ദു മഹാസമുദ്രത്തിന്റെ സ്വതന്ത്ര നിലപാടുകളും സ്വതന്ത്ര നിലനിൽപ്പിനെയും നിരന്തരമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നും നവകൊളോണിയൽ ശക്തികൾക്ക് താവളമൊരുക്കാനും സാമ്രാജ്യത്വത്തിന്റെ കഴുകന്മാർക്ക് പറന്നു കളിക്കാനും അതിന്റെ വിശാലമായ മേഖലകൾ തുറന്നു കൊടുക്കുന്നു എന്നുള്ള ചരിത്രബോധത്തോടുകൂടിയായിരിക്കണം ഈ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ ഗംഗാധരമാഷകൾ സൂചിപ്പിച്ച, രഞ്ജിത് സാറുമൊക്കെ സൂചിപ്പിച്ച പോലെ മലയാള ഭാഷയും സംസ്കാരവും സാഹിത്യവും ഈ നിലയിൽ തുടരുന്നത് കേരളം ഒരു ഗോവയായി മാറിയത് വാസ്തവത്തിൽ അക്കാലത്തെ സാമൂതിരിയും നായർപ്പടയും അതുപോലെ തന്നെ മാപ്പിളമാരും ചേർന്ന് നടത്തിയ പോരാട്ടം കൊണ്ടാണ് എന്ന് ഞാനിവിടെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അവസാനമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം കൂടി ഈ ഗ്രന്ഥം നൽകുന്നുണ്ടെന്നു. ഒരു ഗ്രന്ഥത്തെ നാം വായിച്ചെടുക്കേണ്ടത് അതിറങ്ങിയ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക പരിസ്ഥിതിയിൽ നിന്നുകൊണ്ടാണെന്നും ആ പരിസ്ഥിതി മാറുമ്പോൾ ആ ഗ്രന്ഥത്തിന്റെ പല ഭാഗങ്ങൾക്കും അപ്രസക്തമാകുന്നു എന്നും മനസ്സിലാക്കണം. അല്ലാതെ 16-ാം നൂറ്റാണ്ടിൽ ജിഹാദിന് ആഹ്വാനം ചെയ്തതുകൊണ്ട് ആ ആഹ്വാനം ഇന്ന് സ്വന്തം അയൽവാസിക്കെതിരെ കത്തി മൂർച്ച കൂട്ടാനുള്ള ആഹ്വാനമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന യുവാക്കളെ ആ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ട ബാധ്യത ഈ സമുദായത്തിനും പൊതുസമൂഹത്തിനുമുണ്ട് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സാമൂഹിക സൗഹാർദ്ദത്തിന്റെ ഏറ്റവും മഹത്തായ മാതൃകയാണ് ഇതിൽ കാണാൻ സാധിക്കും. നേരത്തെ സൂചിച്ച ഫത്തുൽ മൊയ്നിലും അതുപോലെ തന്നെ ഷെയ്ഖ് സൈനുദ്ദീൻ ഒന്നാമന്റെ റിഹ്ലയിലും അതുപോലെ തൂഫത്തുൽ മുജാഹിദീനിലുമൊക്കെ തന്നെ സാമൂതിരിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ദൈവം അദ്ദേഹത്തിന് പ്രതിഫലം നൽകട്ടെ, മുസ്ലിങ്ങളെ സഹായിച്ചത് എന്നുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു പ്രാർത്ഥന ഇന്ന് ചിന്തിക്കാൻ മാത്രം വിശാലമാണോ മുസ്ലിം സമുദായം എന്ന് ആത്മപരിശോധനയ്ക്ക് നമ്മൾ ഓരോരുത്തരും സ്വയം തന്നെ ചോദിക്കേണ്ടതാണ്. ഇനി 1872 കുഞ്ഞാലി മൂന്നാമൻ രോഗബാധിതനായിട്ട് പുതുപ്പണം കോട്ടയിലെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമൂതിരി അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ കുഞ്ഞാലി മരക്കാർ നൽകുന്ന അന്ത്യമൊഴി KP കേശവമേനോൻ അദ്ദേഹത്തിന് ദാനഭൂമി എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ വായിക്കാം. സാമുദായിക സൗഹാർദ്ദത്തിന് നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവന നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കുഞ്ഞാലി മൂന്നാമൻ സാമൂതിരിയോട് പറയുകയാണ്, നമ്മുടെ വിജയത്തിന് കാരണം പടക്കോപ്പല്ല, ഐക്യമാണ്. ജാതിയും മതവും ശത്രുവിനെ നേരിടുന്നതിന് തടസ്സമായില്ല. ഈ യോജിപ്പ് വളർത്തണം, പടച്ചോൻ സഹായിക്കട്ടെ. ഇതാണ് കുഞ്ഞാലി മരക്കാർ കാണിച്ചു തന്ന പാരമ്പര്യം. എന്ന് മാത്രമല്ല, കുഞ്ഞാലി മരക്കാരുടെ സൈന്യത്തിൽ ഹിന്ദു, നായരും ഈഴവനും പിന്നെ ദളിത് വർഗക്കാരും ഒക്കെ പെട്ടിരുന്നു എന്ന് നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രചാരം നേടിയ വടക്കമ്പാട്ടിന്റെ ഒരു ഈരടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കോട്ടക്കല്ലോമന കുഞ്ഞാലിക്ക് നായരും തീയരും ഒന്നുപോലെ. അപ്പോൾ ഇതുപോലുള്ളൊരു മതേതരത്വത്തിന്റെ സംസ്കൃതിയും പാരമ്പര്യവുമാണ് തൂഫത്തുൽ മുജാഹിദീൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നതെന്നും സ്ത്രീ സാന്നിധ്യത്തിന്റെ നേരത്തെ ഹംസ സാഹിബ് സൂചിപ്പിച്ച അതിനു പുറമെയുള്ള മറ്റൊരു അടയാളം കൂടി ഞാൻ അതിൽ നിന്ന് വായിച്ചെടുക്കുകയും ചെയ്യുന്നു. 1562 ഗോവയിൽ വെച്ച് എത്യോപ്യക്കാരായ മുസ്ലിങ്ങൾ സഞ്ചരിക്കുന്ന ഒരു കച്ചവട കപ്പൽ പോർച്ചുഗീസുകാർ ആക്രമിച്ചു. ആ കപ്പലിൽ ഉണ്ടായിരുന്ന മുഴുവരോടും മതം മാറാൻ നിർബന്ധിച്ചു. എല്ലാവരും മതം മാറി. ഒരു സ്ത്രീ മാത്രം മതം മാറാൻ കൂട്ടാക്കിയില്ല. അവർ ധീരരക്തസാക്ഷിത്വം വരിച്ചു. ഇതാണ് സ്ത്രീ പൗരാണിക കാല സമൂഹത്തിൽ ചെയ്ത സേവനമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ജിഹാദ് കൈവിട്ടു പോകുന്നതിനെതിരെയുള്ള താക്കീതുകളും തൂഫത്തുൽ മുജാഹിദിനെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അതുണ്ട് എന്നും തൂഫത്തുൽ മുജാഹിദിനെയും ഷെയ്ഖ് സൈനുദ്ദീനെയും ഈ കാലഘട്ടത്തിൽ ഓർമ്മിപ്പിക്കേണ്ടത്
മതേതര സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് വേണ്ടി, മാനവിക ഐക്യത്തിന് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ മനുഷ്യനായിട്ടാണെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കൃതി നൽകുന്ന ആഹ്വാനം ഇതാണെന്നും ഇത് നൽകുന്ന താക്കീത് വാസ്തവത്തിൽ ജിഹാദ് കൈവിട്ടു പോകാതിരിക്കാൻ മുസ്ലിം സമുദായം സദാ ജാഗരൂകരായിരിക്കണമെന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നവ കൊളോണിയലിസത്തെ നേരിടാനുള്ള, ചെറുക്കാനുള്ള മാർഗമാണ്, അതിനുള്ള പ്രചോദനമാണ് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാനുള്ളത്. വൈജ്ഞാനിക ജിഹാദ്, കാർഷിക ജിഹാദ്, വ്യാവസായിക ജിഹാദ്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ സ്വന്തമായി പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തേണ്ടതുണ്ട്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നാം നിർമ്മിക്കേണ്ടതുണ്ട്. വിദേശ കടങ്ങളെ അധികം സ്വീകരിക്കരുത്. ചാന്ദ്രയാൻ പോലെയുള്ള അനാവശ്യമായ പൊങ്ങച്ചത്തിനുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് ആവശ്യമുള്ള എല്ലാം നമ്മൾ തന്നെ നിർമ്മിക്കണം. ഇപ്പോൾ വൈദ്യശാസ്ത്ര രംഗത്ത് പോലും അധിക ഉപകരണങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യാണ് ചെയ്യുന്നത്. ഇത് മാറ്റണം. അങ്ങനെ എല്ലാ നിലക്കും നമ്മൾ സ്വയം പര്യാപ്ത നേടണം. അതുപോലെ ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഭീകരവാദങ്ങൾ വളർന്നു വരുന്നത് നീതി നിഷേധത്തിൽ നിന്നും മനുഷ്യാവകാശ ധ്വംസനത്തിൽ നിന്നുമാണ്. ഗവൺമെന്റിന്റെ ഭരണകൂടത്തിന്റെ ഭീകരതയാണ് ഏറ്റവും വലിയ ഭീകരത. ഇന്നിപ്പോൾ വായിച്ചു, പട്ടാളത്തെ ഇറക്കുകയാണ് ജനങ്ങളെ, മാവോയിസ്റ്റുകളെ നേരിടാൻ വേണ്ടി. ഇത്തരത്തിലുള്ള പ്രവർത്തനം കൊണ്ട് നമ്മുടെ ഭാരതം ശിഥിലമായി പോകും. അതുകൊണ്ട് ഐക്യം വളരെ പ്രധാനം. എല്ലാ സമുദായങ്ങൾക്കിടയിലും ഐക്യം വേണം. രാഷ്ട്രീയത്തിന്റെ പേരിലും കഴുത്തറക്കാൻ പാടില്ല. അതുപോലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി അനാവശ്യമായ സമയവും ശക്തിയും പണവും ചെലവഴിക്കുന്ന രീതി ഒഴിവാക്കണം. അങ്ങനെ കഴിയുന്നിടത്തോളം നമ്മുടെ രാഷ്ട്രത്തെ ശക്തമാക്കണം, ഇതിനെ ഭദ്രമാക്കണം. അയൽവാസികളോടുമായി നല്ല ബന്ധം സ്ഥാപിക്കണം. അകലെയുള്ള ബന്ധുവിനേക്കാൾ നമുക്ക് ഉപകരിക്കുക അയൽവക്കത്തുള്ള ശത്രുവാണ്. അങ്ങനെ അയൽവക്ക രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധമുണ്ടാവണം. പാകിസ്ഥാനുമായി ബന്ധം നന്നാക്കണം. ബർലിൻ മതിൽ തകർന്നു പോയതുപോലെ ഇതിൻ്റെ ഇടയ്ക്കുള്ള മതിൽക്കെട്ടുകളൊക്കെ തകർക്കപ്പെടണം. അങ്ങനെ ലോകത്തെ ഒരു വലിയ ശക്തമായ വിഭാഗമായി നാം മാറണം. ദൈവം അനുഗ്രഹിക്കട്ടെ. അസ്സലാമു തുഫത്തുൽ മുജാഹിദീൻ സമകാലിക അവസ്ഥയിൽ സമകാലിക കേരളം വായിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ ഗ്രന്ഥം പരിപൂർണമായും ഒരു പൂർണ്ണമായും മതകീയമായ ഒരു ഗ്രന്ഥമാണ്. ഒരു സാമൂഹിക ആവശ്യത്തിന് വേണ്ടി മതത്തെയും അതിന്റെ പ്രമാണങ്ങളെയും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നായിരുന്നു സൈനുദ്ദീൻ മഖ്ദൂം വാസ്തവത്തിൽ ഈ ഗ്രന്ഥത്തിലൂടെ കാണിച്ചത്. ഇപ്പൊ തുഹ്ഫത്തുൽ മുജാഹിദീൻ പോലുള്ള ഇങ്ങനെ ഒരു പ്രഗത്ഭമായ ഒരു ഗ്രന്ഥം നമ്മുടെ മുഖ്യധാരാ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും സാമൂഹിക രംഗത്തു നിന്നും നിഷ്കാസിതമായി തന്നെ പ്രധാനമായും രണ്ട് കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം, പിന്നീട് വന്ന ആധുനികതയുടെ സെക്കുലറിസത്തിന്റെ സാമൂഹികാവസ്ഥയിലും ബോധത്തിലും ഇങ്ങനെ ഒരു സാമൂഹിക വിശകലനവും ഇങ്ങനെ ഒരു ചരിത്ര രചനാ രീതിയും തീർച്ചയായും അതിന് പറ്റാത്തതായിരുന്നു. ആധുനികത കൊണ്ടുവന്ന സെക്കുലർ കാഴ്ചപ്പാടിൽ തികച്ചും മതകീയമായി പ്രമാണത്തിൽ അധിഷ്ഠിതമായി എഴുതപ്പെട്ട ആഹ്വാനം ചെയ്യപ്പെട്ട ഒരു കൃതിയും സാമൂഹിക പ്രവർത്തനത്തിന്, പോരാട്ടത്തിന്, പ്രതിരോധത്തിന് മതകീയ സ്വഭാവമെല്ലാം ആധുനികതയുടെ സെക്കുലറിസത്തിന്റെ ചട്ടക്കൂടിന് പുറത്തായിരുന്നു. രണ്ടാമതായി, പിന്നീട് ഇതിന്റെ പിന്തുടർച്ച ഏറ്റെടുക്കേണ്ടിയിരുന്നത് മുസ്ലിം സമുദായമായിരുന്നു. ഇവിടെ അബൂബക്കർ മാഷും സത്താർ മാഷൊക്കെ സൂചിപ്പിച്ചതുപോലെ
ഇത്രയധികം സംഘടനകളും പണ്ഡിതന്മാരും ബഹളങ്ങളും ഒക്കെയുള്ള മുസ്ലിം സമുദായവും അത് ഏറ്റെടുത്തില്ല. കാരണം മുസ്ലിം സമുദായവും ഏറ്റെടുക്കാതെ പോയത് ഈ മുസ്ലിം സമുദായവും പിൽക്കാല മുസ്ലിം സമുദായവും സ്വാഭാവികമായും അവരും അവലംബിച്ചത് ഇത്തരത്തിലുള്ള പ്രാമാണികമായ ഗ്രന്ഥങ്ങളെയും തങ്ങളുടെ തന്നെ ചരിത്രത്തെയും എല്ലാം ഡിലീറ്റ് ചെയ്തുകൊണ്ട് ആധുനിക സെക്കുലറിസത്തെയും അതിന്റെ ഉപകരണങ്ങളെയും ഒക്കെ തന്നെയാണ് പിൽക്കാല മുസ്ലിം സമുദായവും അവലംബിച്ചത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യധാരയിൽ നിന്നും മുസ്ലിം സമുദായത്തിൽ നിന്നും ഒരേപോലെ ഈ ഗ്രന്ഥവും ഇത് ഉയർത്തിപ്പിടിച്ച ആശയവും നിഷ്കാസിതമാകാൻ കാരണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വൈകുന്നേരം 3:30 മണി മുതൽ ഇത്രയും നേരം ഈ പരിപാടിയിൽ ശ്രവിച്ച സദസ്സിനും അതേപോലെ ഈ പരിപാടിയെ തങ്ങളുടെ പ്രഭാഷണങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും സമ്പന്നമാക്കിയ നമ്മുടെ അതിഥികളെ ഓരോരുത്തരെയും ഔപചാരികമായി പേരെടുത്തു പറയാതെ ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി ഔപചാരികമായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.